ഹലോ ഹായ് ഗുഡ് ഈവനിങ്. ഞാൻ രാവിലെ വരണമെന്ന് വിചാരിച്ചാണ്, പിന്നെ ഒരു മൂഡ് ഉണ്ടായില്ല. കാരണം ഇപ്പോഴത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഉറക്കത്തിൽ നിന്ന് നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ തോന്നുന്നുണ്ട് നമുക്ക്. അങ്ങനെ എഴുന്നേറ്റ് ഉച്ചക്ക് ഒരു 12 മണി കേട്ടോ, കുളി കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ച്, പടച്ചോനെ നമ്മളിന്ന് യൂട്യൂബിൽ വീഡിയോ ഇട്ടില്ലല്ലോ ഒന്നും. അങ്ങനെ ഒരു സബ്ജക്റ്റ് നോക്കിയപ്പോഴാണ് പാണ്ടിക്കാട് കുഞ്ഞാന് നറുക്കെടുത്തതും ഒരാൾക്ക് വീട് കിട്ടിയതും. അതൊക്കെ വളരെ നല്ലൊരു കാര്യമാണ്. കാരണം സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ വേറെ കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വീടും കാര്യങ്ങളൊക്കെ വിറ്റ് ഒഴിവാക്കുന്ന ഒരാൾ നറുക്കെടുപ്പിക്കൂടെ അത് വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ ഒരുപാട് സന്തോഷങ്ങൾ അവൻ്റെ വീട്ടിലാണെങ്കിലും കിട്ടിയവൻ്റെ വീട്ടിലാണെങ്കിലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ അതിനുശേഷം കുഞ്ഞാൻ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല, ക്യാമറ കണ്ണുകളായിട്ട് ചുറ്റും നിൽക്കുന്ന കുറേ പേര് നിൽക്കുന്നുണ്ട് നറുക്കെടുപ്പ് കാണാൻ വേണ്ടിയിട്ട്. അവരിൽ കുറേ പേര് എന്തിനാണ് നിന്നത്? ഇനി ഇതിലിപ്പോൾ പ്രത്യേകിച്ച് ആൾക്കാർ ഫൈൻഡ് ചെയ്തിട്ടുള്ള കാരണം എന്താ വെച്ചാൽ, സാധാരണ നറുക്കെടുക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെതറിയിട്ട് ജസ്റ്റ് ഏറ്റവും മേലെയുള്ള ഒരെണ്ണം എടുക്കുക, അല്ലെങ്കിൽ ലാസ്റ്റിലേക്ക് ഒരെണ്ണം കൈയിട്ടെടുക്കലല്ല. പക്ഷേ ഇയാളെ കുഞ്ഞാന് നറുക്കെടുത്തൊരു രീതി ഞാൻ അത് സ്ക്രീനിൽ കാണിക്കാം, നിങ്ങൾക്കും കൂടി കണ്ടിട്ട് നിങ്ങൾക്കും കൂടി ഒരു അഭിപ്രായം വരുമല്ലോ. കാരണം ഇയാൾ എന്ത് ഉഡായിപ്പാണ് ചെയ്യണമെന്നുള്ളത്. കാരണം ഈ വീഡിയോ കണ്ടാൽ കറക്റ്റ് മനസ്സിൽ വരുന്ന ഒന്ന് കമൻറ്റ് ചെയ്തിട്ടോ. ഞാൻ അതൊന്ന് സ്ക്രീനിൽ കാണിക്കാം. കോമഡിയാണ്, രസമാണ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഉണ്ട്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അതിന്റെ വിധി. 10%， 20%。വീഡിയോ കണ്ടല്ലോ, അവൻ നറുക്കെടുത്തു, അതിൽ കൈയിട്ടു, ജസ്റ്റ് കൈ കൊണ്ടാക്കിയ എല്ലാം നറുക്കെടുപ്പിനും പോലെ. പക്ഷേ ഇവൻ കൈയിട്ടിട്ട് ഈ നറുക്കെടുക്കുന്നതിന് മുന്നേ അടിയിലൊരു പരുതിക്കണ്. കാരണം ഇപ്പം എന്നെ വീഡിയോ കണ്ട എൻ്റെ മൈൻഡിലാണെങ്കിലും ശരി, നിങ്ങളുടെ മൈൻഡിലാണെങ്കിലും വേറെ ആരുടെ മൈൻഡിലാണെങ്കിലും ശരി, എന്തോ ഒട്ടിച്ച് വെച്ചത് തപ്പിയെടുക്കുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. എനിക്ക് മാത്രമല്ല, കണ്ട എല്ലാവർക്കും തോന്നിയത്. കാരണം ഇപ്പോൾ ഈ നറുക്കെടുപ്പിന് നടത്തിയ ആൾക്കാർ തന്നെ ആയിരിക്കും അവന് ചുറ്റും ഉണ്ടായിരിക്കുക. കാരണം ഇതിൻ്റെ ഉഡായിപ്പ് എന്നൊരു ടോക്ക് വരുന്നുണ്ടല്ലോ, അവരുടെ മുഖത്തൊക്കെ ടെൻഷൻ ഞാൻ ശ്രദ്ധിച്ചു. കാരണം ഞാൻ കണ്ട ടെൻഷൻ എന്തായിരുന്നു അറിയോ, അവരടിയിൽ ഇവന് കൈയിട്ട് പരതിയാലോ ഒരു 5 മിനിറ്റ് എടുത്തതില് ആ കൈയിട്ടെടുത്ത് ഇവർ ഒട്ടിച്ച് വെച്ച പേര് തന്നെയാണോ അതോ ഇനി മാറിപ്പോകുമോ എന്നുള്ള ടെൻഷനാണ് എനിക്ക് കാണാൻ പറ്റിയത് ഇന്നലെ രാത്രി മുതൽ യൂട്യൂബ്. കാരണം ഈ കുഞ്ഞാന് എന്തിൻ്റെ പേരിലാണ് ഇത്ര ഫേമസ് ആയി കാലിബർ കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇവൻ്റെ ഞാൻ സീക്രട്ട് ഏജൻറ്റ് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ്, ഞാൻ അവനെ ഫോളോ ചെയ്യുന്ന ആളാണ്. അപ്പോൾ കാരണം ജസ്റ്റ് ഫോളോ മാത്രമല്ല, അവൻ്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അവൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട്, കുഞ്ഞാനെ നീ പൈസ മേടിച്ചിട്ടാണോ ഇത് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ഇവ സമ്മതിച്ചിട്ടുണ്ട്, ഞാൻ പൈസ മേടിച്ചിട്ടാണ് ഇത് ചെയ്തതെന്ന്. പിന്നെ ഇതില് കുഞ്ഞാന് പൈസ കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ഈ വ്യക്തി പറയുന്നത്. കിട്ടിയിട്ടുണ്ട്. ഞാൻ കുഞ്ഞാനോട് സംസാരിച്ച സമയത്ത് കൃത്യമായി ചോദിച്ചിട്ടുണ്ട്, കുഞ്ഞാനെ പൈസ മേടിച്ച് ചെയ്ത പരിപാടിയാണോ? ആണ്, പൈസ മേടിച്ച് ചെയ്ത പരിപാടിയാണ് വരുന്നുണ്ട്. കാരണം ഇവന് അതിന്റെ വിന്നറെ കൊണ്ടുവന്നിട്ടുള്ള വീഡിയോ കാര്യങ്ങള്, എന്നാൽ ഈ വിന്നറും ഇവനും ഫ്രണ്ട്സാണ്, ഇവന്റെ വീടിന്റെ അടുത്തുള്ള ആള് തന്നെയാണെന്നാണ് കുറെ ആൾക്കാർ ഫൈൻഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയൊക്കെയാണെങ്കിൽ മലപ്പുറത്തിന്റെ പേര് കളയാൻ വേണ്ടിയിട്ട് എന്റെ പൊന്ന് കുഞ്ഞാനെ ഇപ്പോ ഞാൻ ഇതിന്റെ ഇടയിൽ കമന്റ് ശ്രദ്ധിച്ചപ്പോ കണ്ടു. കാരണം ഇവനും ഉഡായിപ്പ് കാണിച്ചു. ഇവന്റെ വൈഫ് എനിക്ക് അറിഞ്ഞൂടാ കറക്റ്റ് ആയിട്ട്, പക്ഷെ കമന്റിൽ പറയുന്നുണ്ട് ഇവന്റെ വൈഫും ഉഡായിപ്പ് കാണിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുള്ളത്. ആ കമന്റിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ സൈഡിൽ കാണിക്കാട്ടോ. ഇത് എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇവൻ ഓൾറെഡി ഉഡായിപ്പിനെ സപ്പോർട്ട് ചെയ്തതായിരിക്കും, പൈസ മേടിച്ചു. കാരണം ഇങ്ങനെ ഒരുപാട് നറുക്കെടുപ്പുകൾ
അവകാശം ഇല്ലാണ്ട് പോകുന്നുണ്ട് നറുക്കെടുപ്പിൽ. അപ്പൊ ഇതിന്റെ ഒക്കെ ആരാണ്? കാരണം ഇവര് പറയുന്ന ഒരു പേര് നിലവിലില്ലാത്ത ഒരാളുടെ പേരെടുത്താല് അതൊക്കെ കമ്പനിക്കാണ് അടിക്കുക. ഇവന് മനസ്സിലായി കുഞ്ഞാന് മനസ്സിലായി പണി പാളി, ഇടയില് ചെറുതായിട്ട് പണി പാളിയിട്ടുണ്ട്, എല്ലാവരും എടുത്ത് ഡൂക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. അപ്പൊ ഇവന് രാവിലെ മുതല് മെഴുകാണ് ഓരോരോ വീഡിയോസ് ചെയ്തിട്ട്. അതിൻ്റെ ഇടയിൽ ഒരു വീഡിയോ ഉണ്ട്, ഞാൻ സൈഡിൽ കാണിക്കാം. അവന്റെ വാപ്പാട് ഇവൻ പറയുന്നത് കാര്യങ്ങളൊക്കെ, ആ വാപ്പ ചിരി അമർത്തി പിടിച്ചിട്ടാണ് ഇവന്റെ കോപ്രായിത്തരങ്ങളൊക്കെ സഹിച്ചിട്ട് ഇരിക്കുന്നത്. കാരണം ഓഫ് കോഴ്സ് അവർക്കും പൈസ കിട്ടുന്നതല്ല, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അവരധികം കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. കാരണം ഒരു പേരൻസ് ഉപ്പയും അല്ലെങ്കിൽ അച്ഛനും അമ്മയും സ്വന്തം മോനെ പറ്റി കുറ്റം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിട്ടോ. കാരണം ഇവൻ തന്നെ വളരെ ബുദ്ധിമുട്ടിയിട്ട് ഇവന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഉഡായ്പിൻ്റെ ഒന്നും ആവശ്യമല്ല എന്ന് ജനങ്ങളെ മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തൂറി മെഴുകുന്ന വീഡിയോ ആണ്. ഞാനൊന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങളൊന്ന് കണ്ടിട്ട് നിങ്ങൾ തന്നെ പറ. ഇതന്നെ പെട്ടിങ് സാധനങ്ങളൊക്കെ ആയിട്ട് വാപ്പാരുടെ അടുത്തേക്ക് വന്നിട്ട് മെഴുകാണ്, തൂറി മെഴുകാണ്. ഒന്ന് കണ്ടു നോക്കാം. ാരെ പറ്റിച്ച് ജീവിച്ചേണ്ട ആവശ്യമൊന്നും ഇച്ചില്ല. അതാണ് എന്റെ വാപ്പയാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഇന്നേ വരെ ഞാൻ ആരെങ്കിലും ഞാൻ പറ്റിച്ചിരിക്കണോ? നിങ്ങൾ പറയും. ഞാൻ ഇപ്പൊ എവിടുക്കാ പോണത്? പാവപ്പെട്ട ആളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോവാണ്. ഹയറാക്കട്ടെ. അയാള് കടത്തിന് മുങ്ങിക്കാണ്ട് സ്വന്തം പേരും കാര്യങ്ങളും എല്ലാം കൊടുക്കുകയാണ്. അതിനും വേണ്ടിയാണ്ടാണ് ഞാൻ പോണത്. എന്നിട്ട് ഓരോരുത്തരും പറയണം നോക്കാണെങ്കിൽ ഞാൻ നാട്ടുകാരെ പറ്റിച്ച് ജീവിച്ചിട്ടുണ്ട്. ഇന്റെ വാപ്പ 33 കൊല്ലം സൗദി അറേബ്യയിൽ ഉണ്ടാക്കിയ സ്ഥലവും പേരും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇന്നവരെ ആരും പറ്റിച്ചില്ല. ഒരു പാവപ്പെട്ട ഒരാളെ കഴിച്ചിലാക്കാൻ വേണ്ടി പോവാണ്. എവിടുക്കാ പോണറിയോ? കൊടുക്കാണ് പോണത്. കണ്ടോളിങ്ങള് ഇങ്ങനെ നാസറാക്കാന്റെ ഒരു പെരക്കും അതേപോലെ ജിംനി അതേപോലെ ബൈക്ക് ഇതിനും വേണ്ടി ഒരു വീഡിയോ ഇട്ടിരുന്നു. ഇതെന്താ നാട്ടുകാർക്ക് കൊടുക്കുന്നത്? ആൾക്കാരെ പറ്റിച്ച് ജീവിച്ചാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരാണ് ഇഞ്ചെ കമന്റ് ബോക്സിൽ വന്നാണ്ട് ഇന്നെ തെറി വന്നത്. ഞാൻ ഇതാ പോണ് 25-ാം തീയതി നറുക്കെടുത്ത് ജനങ്ങൾക്ക് നിങ്ങളെ മുന്നിൽ ഇഞ്ചെ ഈ ഫേസ്ബുക്ക് പേജിൽ ലൈവും വരും എല്ലാവർക്കും കൊടുത്തിട്ടുള്ളൂ. നമ്മളെ കച്ചോണ്ട് കൊടുത്തിട്ടുള്ളൂ. ഞാൻ അവിടുന്ന് പോരുന്നു. അല്ലാതെ 6 ദിവസം ഉണ്ട് ഇങ്ങനെ. തൽക്കാലം ഇത്രക്ക് മതി. 1 മിനിറ്റ് 3 മിനിറ്റ് വീഡിയോ ആണ്. കാരണം ഇവൻ തൂരി മെഴുകിയിട്ട് എൻ്റെ മൊബൈലും ടാബ്ലറ്റും ഒക്കെ കേടുവരുത്തും. അതുകൊണ്ട് ഞാനൊരൊറ്റ മിനിറ്റ് നിങ്ങളെ കാണിക്കുന്നുള്ളൂ. കാരണം ആഫ്റ്റർ ഓൾ നിങ്ങൾക്ക്, കാരണം ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഇവൻ്റെ ആദ്യത്തെ നറുക്കെടുപ്പ് വീഡിയോ ഡാൻസ്, കാരണം ഞാൻ മണിച്ചിത്രത്താഴിൽ ശോഭന പോലെ ഇങ്ങനെ ഡാൻസ് കളിക്കണേ ഞാൻ കണ്ടിട്ടില്ല. അജാതി ലെവലിലിറങ്ങുന്ന ആൾക്കാരെ മുന്നിൽ അവരെ ടെൻഷൻസ് പൊട്ടിച്ചു വെച്ച് കിട്ടൂല എന്നുള്ള ടെൻഷൻ വേറെ ഉണ്ട്. അതൊക്കെ ചെയ്യുമ്പോൾ എടാ പൊന്നു കുഞ്ഞോനെ പിന്നെ ഉണ്ട് കേട്ടോ, ഒരു വീഡിയോ കൂടി ഉണ്ട്, ഞാൻ കാണിക്കാം. ഇവൻ രാവിലെ പറയണതാണ്. രാവിലെ തന്നെ ഇവന്റെ, അതായത് ഇവനെ ന്യായീകരിച്ചിട്ട് എങ്ങനെ വന്നാലും കാരണം വന്ന് പറയുമല്ലോ ഞാൻ ചെയ്തിട്ടില്ലെന്ന്. കാരണം പിന്നെ ഒരു കള്ളന്മാരെ ഞാൻ കട്ടെന്ന് പറയാറില്ല. ഈ വീഡിയോ ഒന്ന് കണ്ടോ കിട്ടോ. ഫസ്റ്റ് വർക്ക് നിങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ലെവലിലാണ് ഞാൻ എടുത്തത്. പക്ഷെ അതിൽ ഇനി മേലെന്ന് എടുത്ത് കഴിഞ്ഞാൽ എന്താക്കാരും പ്രശ്നം ഉണ്ടാകുക, അത് സെറ്റപ്പാണ് അത്. അപ്പൊ അടിയിന്ന് തോണ്ടിയാണ്ട് ഞാൻ ഇങ്ങനെ ഒരു 2 സെക്കൻഡ് ആൾക്കാർ പറയുമ്പോൾ 2 സെക്കൻഡ് അവിടെ നിന്ന് പറഞ്ഞു. പിന്നെ ഇത് ഒട്ടിച്ച് വെച്ചിക്കണ്, മറ്റേ ഒട്ടിച്ച് വെച്ചിക്കണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു ഒട്ടിപ്പുമില്ല, കാര്യങ്ങളുമില്ല. കാരണം അത്രയും 100 കണക്കിന് ജനങ്ങളുണ്ടായിരുന്നു അവിടെ. ഓലടിയിൽ നിന്ന് എടുത്തുകൊണ്ട് നമുക്ക് ഇതില്ല. പിന്നെ സോഷ്യൽ മീഡിയയാണ് ഒന്ന് ഇഞ്ചൊക്കെ അത് എന്തേലും ഒന്ന് കിട്ടാൻ നിൽക്കുകയാണ് എടുത്ത് കത്തിച്ചാൻ വേണ്ടി, അത്രേ ഉള്ളൂ. അപ്പൊ ഇതിനെ കുറിച്ചാണ്ട് ഞാൻ തന്നെ വീഡിയോ ചെയ്യുന്നുണ്ട്. എന്താണ് ഏതാണ് ഇത് ഞാൻ ഇപ്പൊ 3 വീഡിയോ കാണിച്ചല്ലോ. കാരണം എൻ്റെ ഒരു ചുരുങ്ങിയ അറിവാണ്. ഇനി ഇവന്റെ പേരിൽ, കാരണം ഇപ്പൊ ജനങ്ങൾ അവിടെ കുറെ പേര് നറുക്കെടുത്തിട്ടുണ്ടാവുമല്ലോ, ആ പൈസ ഒക്കെ ഇവന്റെ ആൾക്കാർക്കും ആയിട്ട് പോയിട്ടുണ്ടാവുക. അവരൊക്കെ കംപ്ലൈന്റ് കൊടുത്താൽ ആദായ നികുതി വകുപ്പിൽ നിന്നും പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെ എൻക്വയറി വരാൻ സാധ്യതയുണ്ട്. ഇവന് 8ന്റെ വരട്ട് പൂട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. കാരണം ഇവൻ തെളിവ് കൊടുക്കണ്ടേ, കിട്ടിയ പൈസകൾക്കോ കണക്കിനും കൊടുത്ത വീടിന്റെ കണക്കും കാര്യങ്ങളൊക്കെ ഇവൻ ജനങ്ങളെ മുന്നിലും ആൾക്കാരുടെ മുന്നിൽ പറയേണ്ടതാണ്. അല്ലാതെ സ്വയം ന്യായീകരിച്ചിട്ട് വന്ന് വീഡിയോ ചെയ്യല്ല വേണ്ടത്. ഇപ്പൊ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല, എടാ കള്ളത്തരം കാണിക്കാം, ഉഡായിപ്പ് കാണിക്കാം. പക്ഷെ ഇതൊരുമാതിരി അത്രയും ജനങ്ങൾ അവിടെ നറുക്കെടുത്ത ആൾക്കാരുണ്ട്, അല്ലാത്തവരുണ്ട്. അവരെ മുന്നിലോ അവരൊട്ടിച്ച് വെച്ച ഫോട്ടോ ഇത്, പക്ഷെ ഇതും പ്രതീക്ഷിച്ചിട്ട് അവിടെ കുറെ പേര് വന്നിട്ടുണ്ടെന്നായിരിക്കും ഓഫ് കോഴ്സ്. കാരണം മെയ്യനങ്ങാണ്ട് പണിയെടുക്കാണ്ട് ഇത് കിട്ടുന്ന ആൾക്കാർ വന്നു, അവര് നറുക്കെടുപ്പിന് നിന്നു എന്ന രീതിയിൽ നീ മുതലെടുക്കാൻ നോക്കി.
കുഞ്ഞാന് അതിൽ നിന്ന് കുറ്റൊന്നും പറയാനില്ല. പക്ഷേ കുറെ പേരെ പറ്റിക്കാൻ വേണ്ടി നീ നിന്ന് കൊടുത്തിട്ട് ആർക്കൊക്കെ എന്തൊക്കെ ചെയ്തു കൊടുത്തു. കാരണം ഇതിനു വേണ്ടിയിട്ട് ഇവന്റെ അഭിനയം കണ്ടില്ലേ? അതായത് ഇങ്ങനെ നിന്ന് ഇങ്ങനെ എടാ, ഇവിടെ ജനങ്ങളും ചോറ് തന്നെയാണ് തിന്നുന്നത്. അവരൊക്കെ നറുക്കെടുപ്പുകൾ എല്ലായിടത്തും കണ്ടിട്ട് അതിൻ്റെതായ ആൾക്കാർ വന്ന് നിന്നിട്ട് ഇങ്ങനെ മുന്നിലേക്ക് ആക്കിയിട്ട് ഏറ്റവും മേലുള്ള ഒരെണ്ണം എടുക്കുക. അല്ലാണ്ട് ഇവൻ കൈയിട്ട് ഇവൻ പ്രതീക്ഷ സാധനം ഒട്ടിച്ച് വെച്ച സാധനം ഉണ്ടോന്നൊക്കെ നോക്കി ഒരെണ്ണം എടുത്ത് അങ്ങനെ ചെയ്യുന്നതല്ല നറുക്കെടുപ്പ്. ഇനി എന്താണെങ്കിലും നിനക്ക് 8ന്റെ പണിയായിരിക്കും വരാൻ പോണ്. കാരണം മലപ്പുറത്തുള്ള അവരെ പേര് കളയാനുണ്ടായ കുഞ്ഞാനെ സകലമാന ആൾക്കാർ നിന്റെ തലയ്ക്ക് നേരെ തിരിഞ്ഞിട്ടുണ്ട്. ഇനി പോലീസ് കംപ്ലൈന്റ് കാരണം ഒരു ലോട്ടറി നറുക്കെടുപ്പ് എന്നൊക്കെ പറയുമ്പോൾ കുറെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാണ്ട് ഒരാൾക്ക് നാളെ പോയിട്ട് ഇന്നിൻ്റെ 1 കോടി രൂപ ഉണ്ട്, അതെല്ലാം 50 ലക്ഷം നമുക്ക് നറുക്കെടുക്കാം എന്ന രീതിയിലല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ ഒരു അറിവാണ് കേട്ടോ. ഇത് കൂടുതലുണ്ടോ ഇല്ലെന്നൊന്നും എനക്കറിഞ്ഞൂടാ. പക്ഷെ ഞാൻ മുമ്പും കുറെ വീഡിയോസൊക്കെ ഇവന്റെ കുഞ്ഞാന്റെ കാണാറുണ്ട്. ഇവന്നെ ഓരോന്ന് കാട്ടുന്ന ഓരോന്ന് പറയുന്ന അത് വീഡിയോ. അപ്പോഴൊക്കെ ഞാൻ പ്രതീക്ഷിച്ച് ഇതെന്ത് കണ്ടിട്ടാണ് ആൾക്കാർ ഇവനിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഇവന് അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ട്. ഇതൊക്കെ എന്ത് കണ്ടിട്ടാണ് എന്ന് വലിയ സംശയം എനിക്കുണ്ടായിരുന്നു. ഇപ്പൊ ഈ ടീം വിളിച്ചില്ലേ, ഇപ്പൊ ഈ ടീം നറുക്കെടുപ്പിന് വേണ്ടി അവനോട് റിക്വസ്റ്റ് ചെയ്തു അത്രേ. അത് ഒരു പേരൊന്നും എടുത്ത് നറുക്കെടുപ്പൊന്ന് ഉദ്ഘാടനം ചെയ്യും. അതുകൊണ്ടാണ് ഇവൻ ചെയ്ത് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇവൻ ചെയ്ത് ആദ്യത്തെ വിട്ട് പിന്നെ സൈഡിലേക്ക് ലെഫ്റ്റിലേക്ക് കൈയിട്ട് അടിയില് പരതി ഒട്ടിച്ച് വെച്ച് പറിച്ച് പേര് കാണിച്ചത്. കാരണം എല്ലാരും മുന്നിലും എന്നും കള്ളത്തരങ്ങൾ കാണിക്കാൻ പറ്റില്ല കുഞ്ഞാനെ. നീ ഇപ്പൊ ആൾക്കാരെ മുന്നിൽ അറിഞ്ഞ ഒരു കള്ളത്തരം ഇത് ആൾക്കാർ കയ്യോടെ പിടിച്ചു. അതിൻ്റെതായ വീഡിയോസ് കാര്യങ്ങൾ യൂട്യൂബേഴ്സ് ഒക്കെ എടുത്തിട്ട് മേടുന്നുണ്ട്, ഒക്കെ അടിക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യാൻ കാരണം ആര്? കാരണം ഇതിനു മുമ്പ് നീ ചെയ്തിട്ടുണ്ടായിരിക്കാം അതേ രീതിയിൽ ഒരെണ്ണം വിജയിപ്പിക്കാൻ നോക്കിയപ്പോ. പക്ഷെ നിന്റെ ചുറ്റുള്ള 100,000 കണ്ണുകൾ നീ ശ്രദ്ധിച്ചില്ല. അതിൽ നീ തന്നെ പറയുന്നുണ്ട്, ഇതിലിപ്പോ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി കാത്തിക്കണ ആൾക്കാർ എന്നെ എടുത്തിട്ട് മേടാന്. നീ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നീ ചെയ്ത നാർത്തരത്തിനാണ് ആൾക്കാർ എടുത്തിട്ട് മേടിയിട്ടുള്ളത്. അതായത് ഒന്നിനും ഇപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പൊ കൈയില്ല, കാലില്ല, കണ്ണില്ല. അവര് വരെ ലോട്ടറി വിറ്റ് ജീവിക്കുന്നുണ്ടാ തെരുവില്. ഇപ്പോ അപ്പൊ ആ ചോദ്യം എനിക്ക് വരും, നിനക്കും ചെയ്തുകൂടെയെന്ന്. കാരണം ഞാൻ നടക്കാൻ പറ്റാത്ത, ഞാൻ വീൽ ചെയറിൽ ഇരിക്കുന്ന ആളാണ്, നടക്കാൻ ബുദ്ധിമുട്ടാണ്, 60% വികല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരികയാണെങ്കിൽ, കാരണം കുഞ്ഞാനെ നീ നാറി. കാരണം നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട് അവരുടെ മുഖത്തുള്ള ചിരി കണ്ടാലറിയാം നീ ഭൂലോക ഉഡായിപ്പാന്ന്. ആ ഉഡായിപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഉപ്പാന്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ചിരി വരികയാണ് കാണുന്നവർക്ക്. ഞാനത് ചെയ്യോ അപ്പ അല്ല, ഒരാളെ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് അമ്മ ഞാനത് ചെയ്യോ അറിയാണ്ട് കുത്തിപ്പോയതാന്നൊക്കെ പറയുമ്പോ അതെത്രത്തോളം കേൾക്കുന്ന ആൾക്കാർ, കാണുന്ന ആൾക്കാർ, നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, നിന്നെ ഫോളോ ചെയ്യുന്ന അത്രയധികം ആൾക്കാർ നിന്റെ പിന്നിലുണ്ട്. നീ ഇപ്പൊ കാണിച്ച ഉടായ്പ തരങ്ങളും മണിച്ചത്തതായ ഡാൻസും നറുക്കെടുക്കുമ്പോ എല്ലാം ജനങ്ങൾ കണ്ട് നിന്നെ വില ഇരുത്തി കഴിഞ്ഞു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു കമന്റ് കണ്ടിരുന്നു, ഇവന്റെ ഭാര്യയും ഇത് ഇജാതി ലെവൽ ഉടായ്പാണ്. എനിക്ക് കേസും കാര്യങ്ങളും വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഇത് ഫേസ്ബുക്കിൽ ഒരു കമന്റ് ആയിരുന്നു ഞാൻ കണ്ടത്. ഞാൻ അത് കിട്ടിയാലും ഞാൻ സൈഡിൽ കാണിക്കാം, ഇത് പ്രൊജക്ട് ചെയ്തിട്ട്. കാരണം എനിക്ക് ഇവരോട് പേഴ്സണലി ഒരു ദേഷ്യമില്ല. എനിക്ക് ജീവിക്കണമെങ്കിൽ ജീവിക്കട്ടെ, പക്ഷെ ആൾക്കാരെ മൂഞ്ചിപ്പിച്ചിട്ടാവരുത്. ഇപ്പൊ ഈ ലോട്ടറി ഇപ്പോ ഇൻസ്റ്റഗ്രാം തുറക്കുകയാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും എവിടെയാണെങ്കിലും ശരി, നറുക്കെടുപ്പുകൾ കാര്യങ്ങള് അതിൽ കുറെയൊക്കെ ജനുവിനായിരിക്കാം. ഇൻസ്റ്റഗ്രാമിൽ കുറെ എണ്ണം കാണിക്കുന്നുണ്ട്, കമന്റ് പിക്കർ വെച്ചിട്ട് കമന്റിൽ ഒരാളെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ കുറെ ഉഡായിപ്പ് നറുക്കെടുപ്പുകൾ, വീട് കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് അതിലും വരുന്നുണ്ട്. അതേ രീതിയാണോ ഫോളോ ചെയ്തത്? കാരണം ഈ യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്ക് മില്യൺസ് കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടായിരിക്കും. അവരെ മുന്നിലൊക്കെ വെച്ചിട്ട് ഇപ്പോ കരിപ്പൊടി എന്നാണ് ആളുടെ പേര്, സാദർ കരിപ്പൊടി, പിന്നെ ഇയാള് കുഞ്ഞാന്, ഇവരൊക്കെ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവരെ ഫോളോ ചെയ്യുന്ന എത്ര പേര് 1-2 ആൾക്കാരല്ല.
അവരൊക്കെ എന്താ വിചാരിക്കുന്നു, ഇവന് ഇൻഫ്ലുവൻസറാണ്, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് നമുക്കും ഇമാതിരി ഉഡായിപ്പ് കാണിക്കാം, നാളെ ഇങ്ങനെ ഒരു ലോട്ടറി ആയിട്ട് അപ്പുറത്തെ വീട്ടുകാർക്ക് ഇപ്പുറത്തെ വീട്ടുകാർക്കും ഒക്കെ കൊടുത്തിട്ട് എനിക്ക് തുടങ്ങാം എന്നൊരു കോൺഫിഡൻസ്, ബാഡ് കോൺഫിഡൻസ് ആണ് താൻ നാട്ടുകാർക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വന്നാണ്, എനിക്ക് പറയാനുള്ള ഒന്നുമില്ല. നീ ഉഡായിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഞ്ഞാനെ ഇതിന് പിന്നി വരുന്ന കേസുകൾ, ജനങ്ങളെ വെറുപ്പിക്കൽ, ഇതൊക്കെ നിനക്ക് കിട്ടും. പിന്നൊരു കാര്യം നീ ശ്രദ്ധിച്ച, കാരണം നിന്റെ പേരിൽ ചീത്തയും തെറിയും കൊള്ളാൻ പോണത് നീ ആ വീഡിയോയിൽ കാണിച്ച നിന്റെ വാപ്പയാണ്. ആ ചങ്ങായി എന്താ ചെയ്യാൻ പോണെന്ന് പഠിച്ച തമ്പുരാന് പോലും അറിയില്ല. ഇപ്പൊ എന്താണെങ്കിലും ഇതൊന്ന് ജസ്റ്റ് ഈ വീഡിയോ ശകലങ്ങളൊന്നും നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു, അതിനു വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ. അപ്പൊ ഇനി അടുത്ത സബ്ജക്റ്റ് ആയിട്ട് വീണ്ടും വരുന്നത് വരെ വണക്കം. ബൈ.